ഹലോ കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പൈസി ചിക്കൻ കൊണ്ടാട്ടമാണ്. ഇത് നല്ലൊരു അടിപൊളി ഡിഷ് ആട്ടോ. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതൊരു സ്റ്റാർട്ടർ ആയിട്ടോ അല്ലെങ്കിൽ ഗീ റൈസിന്റെ കൂടെയോ സാധാ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. ഇത് 1 കിലോ ചിക്കൻ ആണ് എടുത്തേക്കുന്നത് കേട്ടോ. വൃത്തിയാക്കി ഇതിന് ശേഷമുള്ള വെയിറ്റ് ആണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കൻ ഉണ്ട്. ഏകദേശം ഈ ഒരു വലുപ്പത്തിലാട്ടോ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. തീരെ ചെറുതായിട്ടല്ല കട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാവേ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി. ഇനി നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ സാധാ മുളക് പൊടി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. കൂടെ തന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈദമാവാണേലും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ മസാല ചിക്കന്റെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ നാരങ്ങാനീരാണ്. ഇത് ആദ്യമേ നമ്മൾ മസാല ചേർത്തപ്പം തന്നെ ചേർക്കേണ്ടതായിരുന്നു. ആക്ച്വലി മറന്നുപോയത് കൊണ്ടാണ് ഇപ്പം ചേർത്തത്. എന്നാലും കുഴപ്പമില്ല. ഇനി നമ്മൾ നാരങ്ങാനീരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ ഇത് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊരു 2 മണിക്കൂർ മിനിമം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണേ. ഇനി ചിക്കൻ വറുത്തെടുക്കുന്നതിനായിട്ട് ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ച ചിക്കൻ്റെ ഓരോ പീസുകൾ ആ എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചിക്കൻ മുഴുവൻ നമ്മളിപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ചിക്കൻ ഇട്ട ഉടനെ തന്നെ നമ്മൾ മറിച്ചിടാൻ നോക്കില്ല, അപ്പോഴത്തേക്ക് ആ മസാല മൊത്തം എണ്ണയിലോട്ട് അങ്ങ് ഇളകിപ്പോകും. അപ്പം നമ്മൾ ഒന്ന് അടിഭാഗം ഒന്ന് കുക്കായതിനു ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാതെ. ഇപ്പൊ ഒരു ഏകദേശം ഒരു 13 മിനിറ്റോളം ഒക്കെ ആയി കേട്ടോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മാറ്റാതെ ഇതുപോലെ തന്നെ ബാലൻസ് ഇരിക്കുന്ന ചിക്കനും ഒന്ന് വറുത്തെടുക്കണം. ചിക്കൻ നമ്മളിപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കൻ വറുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നന്നായിട്ട് വറുത്തെടുക്കണം. കാരണം ഇത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല ഒത്തിരി, നമ്മളെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ വറുക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 4 ടേബിൾ സ്പൂൺ എണ്ണയാണ്. നമ്മൾ ഈ എണ്ണ എന്ന് പറയുന്നത് നേരത്തെ ചിക്കൻ വറുത്ത ആ സെയിം എണ്ണ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ ആക്കിയതിന് ശേഷം ഒരു 6 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആ വറ്റൻമുളകിന്റെ കളർ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ഇപ്പൊ ഒന്ന് മുളകിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ആ സെയിം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 30 ചെറിയുള്ളിയാണ്. അത് ഇതുപോലെ വട്ടത്തിലൊന്ന് അരിഞ്ഞതാണ്. കൂടെ തന്നെ ഒരു ചെറിയ സവോള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സവോള ചേർക്കാതെ ചെറിയുള്ളി മൊത്തത്തിൽ ചേർക്കുന്നതാണ് ടേസ്റ്റ്. പക്ഷെ നമ്മൾ ഇത്രയും ചെറിയുള്ളി ഒന്ന് പൊളിച്ചെടുക്കാന്ന് പറഞ്ഞ് ഒരിച്ചിരി പാടില്ലേ, അതുകൊണ്ടാണ് പിന്നെ ഒരു സവോളയും കൂടെ ചേർത്തത്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 തണ്ട് കറിവേപ്പിലയാണ്. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം നമ്മൾ സവോളയും ചെറിയുള്ളിയൊക്കെ ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ വേണം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ.
ആ സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് തുടർച്ചയായിട്ട് തന്നെ ഇളക്കി കൊടുത്ത് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവേ. ഇപ്പം ചെറിയുള്ളി സവോളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആയിക്കോട്ടെ. ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഇനി ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചവ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ചേർക്കുവാണെങ്കിൽ നമ്മൾ ആദ്യമേ സവോളയും ചെറിയുള്ളിയും ചേർക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്ത് അതിന്റെ പച്ചച്ചവ മാറിയതിന് ശേഷം വേണം സവോളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പം പേസ്റ്റ് ആയതുകൊണ്ടാണ് സവോളയും ചെറിയുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചേർത്ത് കൊടുത്തത്. ഇപ്പൊ ഏകദേശം 1 മിനിറ്റായി ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചവ മാറി. ഇനി പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഗരം മസാല, പിന്നെ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി പൊടികളുടെ പച്ചച്ചവ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 കപ്പ് ടൊമാറ്റോ സോസ് ആണ്. ടൊമാറ്റോ സോസും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കെച്ചപ്പ് ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങളുടെ കയ്യിൽ ഇനി കെച്ചപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിക്ക വേണമെങ്കിൽ ചേർക്കാം. 2 തക്കാളിക്ക എടുത്തിട്ട് നന്നായിട്ട് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ചതിന് ശേഷം ചേർക്കാം. അങ്ങനെ തക്കാളിക്ക ചേർക്കുമ്പോൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കാൻ നോക്കണം കേട്ടോ. പിന്നെ കെച്ചപ്പ് ആണെങ്കിലും ഒത്തിരി കൂടുണ്ടാവും. ഒത്തിരി കൂടുമ്പോഴത്തേക്കും ഒരു മധുരത്തിന്റെ ടേസ്റ്റ് വരുവേ. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഫ്രഷ് ആയിട്ട് പൊടിച്ച പെരുംജീരകത്തിന്റെ പൗഡർ ആണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മളിങ്ങനെ പെരുംജീരകത്തിന്റെ പൗഡർ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ആ ഗ്രേവിയിൽ കിട്ടും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ ചേർത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 കപ്പ് വെള്ളമാണ്. ആ 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തായിരുന്നു, എന്നാലും ഉപ്പ് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി കുറവ് പോലെ തോന്നി. ഇപ്പൊ ഞാനൊരു ലേശം ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ആ ഗ്രേവി ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇപ്പം നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അങ്ങനെ തന്നെ വെച്ചതിന് ശേഷം വേണം സെർവ് ചെയ്യാൻ. അപ്പൊ അങ്ങനെ നമ്മൾ വെച്ചിരിക്കുമ്പോൾ ആ ചിക്കന്റെ എല്ലാ ഭാഗത്തും ആ ഫ്ലേവർ ഒക്കെ ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പൊ നമ്മുടെ അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സ്റ്റാർട്ടർ ആയിട്ടാണെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നെയ്ച്ചോറിന്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാം കേട്ടോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നേ. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ഒരു ചിക്കനാണ്, എന്നാലും ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ഇടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.